ഹായ് ഓൾ, നമുക്കിന്ന് ഒരു വെണ്ടക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമുക്ക് സ്കൂളുകളിലും ഓഫീസിലെ ജോലിക്കൊക്കെ പോകുന്നവർക്കൊക്കെ കൊണ്ടുപോകാൻ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന കാര്യമാണ്. നമുക്കപ്പോൾ നോക്കാം. അപ്പോൾ ആദ്യം ഇതിന് വേണ്ടിയിട്ട് ഒരു കടായി പാൻ എടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏതാണെന്ന് വെച്ചാൽ ഒരു പാത്രം എടുക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. അത് കഴിയുമ്പം വെളിച്ചെണ്ണ ചൂടായി വരുമ്പം അതിലേക്ക് കുറച്ച് കടുകിടുക. ഒരു 1/2 ടീസ്പൂണൊക്കെ മതിയാവും. അപ്പോൾ കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് വേണ്ട സവോളയും പച്ചമുളകും ഇടുക. ഞാൻ ഇതിൻ്റെ അകത്തേക്ക് എടുത്തിരിക്കുന്നത് 2 ചെറിയ സവോളയും 2 പച്ചമുളകുമാണ്. അപ്പോൾ അതും കൂടി അതിൻ്റെ അകത്തേക്ക് ഇട്ട് എല്ലാം കൂടി നന്നായി യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് അത് നല്ല മൂത്ത് വരും. ഒരു ബ്രൗൺ കളറൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വേണ്ട വെണ്ടയ്ക്ക ഇടാം. വെണ്ടയ്ക്ക ഞാനിത് എടുത്തിരിക്കുന്ന ഒരു 300 ഗ്രാമാണ് വെണ്ടയ്ക്ക. അത് തിന്നായിട്ട്, ഭയങ്കര തിന്നായിട്ടല്ല അരിഞ്ഞത്, ഒരു മീഡിയം തിന്നിൽ. കാരണം ഭയങ്കര തിന്നായാൽ ഇത് നമ്മളിത് വഴറ്റിയെടുക്കുമ്പോഴത്തേക്കും കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. കുറച്ച് കട്ടി കൂടിയാലും നമുക്ക് വെന്ത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു മീഡിയം ലെവലിലെടുത്തുള്ള വെണ്ടക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഇത്രയും കാര്യങ്ങളും കൂടി ഇട്ടിട്ട് നന്നായി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലിപ്പോൾ നിങ്ങൾക്ക് എരിവൊക്കെ കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി ഇടുന്നത് കുറച്ചധികം ആക്കാം, അല്ലെങ്കിൽ നമ്മൾ പച്ചമുളക് ഇടുന്നത് കുറച്ച് കൂട്ടും. അങ്ങനെയൊക്കെ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റും. അത് കഴിയുമ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് വെക്കുക. 10-15 മിനിറ്റ് ആകുമ്പോൾ തന്നെ നന്നായി വാടി നല്ല പാകത്തിനായിട്ടുണ്ടാവും. ഇതിൽ എല്ലാം നമ്മളെ മസാലയെല്ലാം നന്നായി യോജിച്ച് ചേർന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്നെടുത്ത് ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കാം. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ്ഫുള്ളാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. താങ്ക്